ഹലോ ഗൈസ്, നമുക്ക് നമ്മളെ പ്രശസ്തമായ ബേക്കൽ കോട്ട കണ്ടാലോ. ഞാനൊരു ബേക്കൽ കയറ്റിയായിട്ടും എന്റെ പുരയിന്ന് 1-1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ള അടുത്തേക്ക്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് 8 കൊല്ലത്തിന് മിത്തിയായി. പണ്ടെല്ലാം നമ്മൾ അധികം വരും, അല്ലെങ്കിലും മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നല്ലേ ചൊല്ലി. നമുക്ക് രണ്ടൊക്കെ ടിക്കറ്റിന് 25 റുപ്പീസ് ആയത്. കൊറേ കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടുപിടി തന്നെ വേറെ ഒരു പാങ്ങ് തോന്നുന്നു. പണ്ടത്തെല്ലോ വെഡിങ് വീഡിയോന്റെ സ്ഥിരം ലൊക്കേഷനാണ് ഇത്. എന്റെ അമ്മേന്റെ ചാച്ചാന്റെയും അന്നമ്മാന്റെ അളയാന്റെ ആയെങ്കിലും കംപ്ലീറ്റ് ഔട്ട്ഡോർ ഷൂട്ട് ഫുള്ള് ഇടാൻ ഉണ്ടായത്. എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയർ കഴിഞ്ഞ് എന്നിട്ട് ഫസ്റ്റ് ടൈമാണ് യാസിച്ചാനെ കൂട്ടിട്ട് ഞാൻ വരുന്നത്. സോയി ബേബിന്റെ ഫോട്ടോസ് എല്ലാം എടുക്കാറ്റാണ് മെയിൻ ആയിട്ട് വന്നത്. നമ്മൾ ഈ കോട്ടയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട്. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫോർട്ടാണ് ഇത്. ഈ കോട്ട ഏകദേശം ഒരു 40 ഏക്കറോളം ഉണ്ട്. പഠിക്കാനും കാണാനും കുറേ ചരിത്രമുണ്ട്. നമ്മളെ കാസർഗോട്ടാറ് സ്വകാര്യ അഹങ്കാരം തന്നെ പറയാ കോട്ട. നമ്മ സ്ഥലം കാസർഗോഡ് അല്ലെങ്കിൽ ബേക്കൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് ബേക്കൽ കോട്ട എന്നുള്ളത്. മുന്നിലെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇതിന്റെ അടിയിലേക്കെല്ലാം പോകാൻ കഴിയുന്നുണ്ടായിന്. ഇപ്പൊ അതെല്ലാം ക്ലോസ് എന്ന് തോന്നുന്നു. ഓ സൈന പറഞ്ഞ ഒരു സോങ്ങിൽ കണ്ടിട്ടുണ്ടാവും സ്ഥലമല്ലോ. കൊറോണന്റെ സമയത്ത് കുറച്ച് നാൾ ക്ലോസ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആള് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത്യാവശ്യം നല്ല ആള് വരാൻ തുടങ്ങി. മറ്റുള്ള കോട്ടകളെ അപേക്ഷിച്ചിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട. അതിന്റെ പാങ്ങിലും വലിപ്പത്തിലും എല്ലാം കൊണ്ട് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബേക്കൽ ബീച്ച് കാണും. മുന്നേലും ബീച്ചിൽ നിന്ന് കോട്ടയിലേക്കും കോട്ടയിൽ നിന്ന് ബീച്ചിലേക്കും നടന്നിട്ട് പോകാൻ കഴിയുന്നുണ്ടായിന്. ഇപ്പൊ അവിടെല്ലാം ക്ലോസ് ആക്കി. നമ്മ കുറച്ച് ഭാഗത്ത് മാത്രമേ പോയിട്ടു. ഇത് 8 മണി മുതൽ 5-6 മണി ആ ഒരു ടൈം വരെ ഉള്ളൂ. നമ്മ പോകുമ്പോ 5 മണി ആയിട്ടുണ്ടായിന്. ടൈം ഉണ്ടായിട്ട് പിന്നെ സോയിബേബിന്റെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കണമെന്നുണ്ടായിന്. ഇവിടുന്ന് കാണുന്നതാണ് ബേക്കൽ ബീച്ച്. വരുന്നവര് ഒരു ഉച്ച കഴിഞ്ഞിട്ട് 2-2:30-3 മണി ആകുമ്പോഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് കവറാക്കാൻ കഴിയും. കാരണം കുറെ സ്ഥലമുണ്ട് കാണാനും നടക്കാനും ഇരിക്കാനെല്ലാം. വൈകുന്നേരം എല്ലാം ബന്ധി ചായ എല്ലാം കുടിച്ചിട്ട് ബിസിയം പറ്റല് ഇരിക്കാനല്ലോ പാങ്ങനെ. ഇതുവരെ വരാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ആക്കേണ്ട ഒരു സ്ഥലം തന്നെ. കുറെ ചരിത്രമുണ്ട് പിള്ളേർക്കെല്ലാം, പഠിക്കാനാണെങ്കിലും കാണാനാണെങ്കിലും. നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് എന്തായാലും വേർത്താണ്. ഞാൻ ഈ പിള്ളേരെ പിടിച്ചോണ്ടോ നാളെ പോലെ ബേബിനെ കൊണ്ട് എന്തിനു പായെന്ന് പറഞ്ഞാല് യോക്ക് ഈ കല്ലിലേക്ക് കൂടി നടക്കണം. എനിക്ക് പേടി നടത്തിച്ചെങ്കിൽ വീണെങ്കിലാ നെറ്റിയെല്ലാം പൊട്ടിയില്ല. അതുകൊണ്ട് കീക്കാൻ പേടി. ഞാൻ എന്താക്കി കൊണ്ടിട്ട് പാഞ്ഞിട്ട് പുല്ലിന്റെ നടുക്കൊണ്ടിട്ട്. അപ്പൊ കൊറേ ടൈം എടുക്കുമല്ല കല്ലിന്റെ അടുത്തേക്ക് എത്താൻ. ഓളാണെങ്കിൽ എന്ത് സ്പീഡ് പാഞ്ഞിട്ട് എത്തുന്നു. മാഷാല്ല, ഞാൻ കൊണ്ടാക്കി അതിനെക്കാട്ടി സ്പീഡിലോളി ഇപ്പുറത്തേക്ക് എത്തിയിട്ടായി. യാസറിച്ചോള് പിടിക്കാൻ പായുന്നോണ്ട് ഓള് ഭയ മാറിയിട്ട് അതിലെല്ലാം പായുന്നത് പിടിക്കാൻ കിട്ടാതെക്കാൻ വേണ്ടിട്ട്. കണക്ക് ക്ഷീണായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കൊറേ പാഞ്ഞിട്ടാ ബെന്തോയി. പിന്നെ അവിടെ കൊറേ സ്നാക്സിന്റെ എല്ലാം പീടിയുണ്ട്, ഉപ്പിലിട്ടല്ലോ. അതെല്ലാം മീത്തൊന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ. ആടുന്ന് പുറത്തേക്ക് അമ്മനായിരം മയിലിനൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇത്ര അടുത്തുനിന്ന് മയിലിനെ കാണുന്നത്.